ലോക ചരിത്രത്തിൽ മനുഷ്യൻ സാക്ഷ്യം വഹിച്ച ദുരന്തങ്ങൾക്ക് കയ്യും കണക്കുമില്ല. മഹാപ്രളയങ്ങൾ, യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അങ്ങനെ പ്രകൃതിയും മനുഷ്യനും സൃഷ്ടിച്ച നിരവധി ദുരന്തങ്ങളുണ്ട്. എന്നാൽ നിങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരു ദുരന്തം അന്ന് ലണ്ടനിൽ നടന്നു. മൂക്കറ്റം വെള്ളമാണെന്ന് ചിലരെ പറ്റി നമ്മൾ പറയാറുണ്ട്. അതൊരു പ്രയോഗമാണല്ലോ. കണക്കിലധികം മദ്യപിച്ചിട്ടുണ്ട് എന്ന് കാണിക്കാനാണ് ഈ പ്രയോഗം. എന്നാൽ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മൂക്കറ്റം മദ്യത്തിൽ മുങ്ങിയ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ. എന്നാൽ ഒരു മനുഷ്യനല്ല, ഒരു കൂട്ടം മനുഷ്യർ, അതുമല്ല ഒരു നഗരം മുഴുവൻ മദ്യത്തിൽ മുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. ആ സംഭവമാണ് ഞാൻ ഇന്ന് വിവരിക്കുന്നത്. ഒരു നഗരത്തെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഒരു മദ്യ പ്രളയം. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു ബിയർ പ്രളയം. 19-ാം നൂറ്റാണ്ടിലെ ലണ്ടൻ നഗരത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. 1814 ഒക്ടോബർ 17, അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. ലണ്ടനിലെ ഏറ്റവും തിരക്കേറിയ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സെന്റ് ഗെയിൽസ് എന്ന പ്രദേശം. തൊഴിലാളികളും സാധാരണക്കാരുമായ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത്. ഇടുങ്ങിയ തെരുവുകളും പഴയ തടിക്കെട്ടിടങ്ങളും ഇഷ്ടിക വീടുകളും ഒക്കെ ആയിരുന്നു ആ നാടിന്റെ സവിശേഷത. സാധാരണ പോലെ തന്നെ ആ വൈകുന്നേരവും അവിടെ ആളുകൾ സ്വന്തം കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരും തെരുവുകളിൽ കളിക്കുന്ന കുട്ടികളും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ത്രീകളുമൊക്കെയായി ആ തെരുവ് സജീവമായിരുന്നു. എന്നാൽ ഈ ശാന്തമായ അന്തരീക്ഷത്തിന് തൊട്ടടുത്ത് ആരും പ്രതീക്ഷിക്കാത്ത ഒരു ദുരന്തം പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. സെന്റ് ഗെയിൽസ് പ്രദേശത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്തിരുന്ന ടോട്ടനം കോർട്ട് റോഡിലായിരുന്നു മ്യൂക്സ് ആൻഡ് കമ്പനി എന്ന പ്രശസ്തമായ ബ്രൂവറി പ്രവർത്തിച്ചിരുന്നത്. അന്നത്തെ ലണ്ടനിലെ ഏറ്റവും വലിയ മദ്യനിർമ്മാണ ശാലകളിൽ ഒന്നായിരുന്നു ഇത്. ഹൗസ് ഷൂ ബ്രൂവറി എന്നും ഇത് അറിയപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്ത് ലണ്ടനിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിരുന്ന കറുത്ത നിറത്തിലുള്ള ഒരു തരം ബിയർ ആയിരുന്നു ഇവിടെ പ്രധാനമായും നിർമ്മിച്ചിരുന്നത്. വളരെ വലിയ അളവിൽ ബിയർ സൂക്ഷിച്ചു വെക്കാൻ കൂറ്റൻ മരവീപ്പകളാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. അത്തരം ഒരു കൂറ്റൻ മരവീപ്പയ്ക്കുള്ളിൽ ഏകദേശം 9 മാസത്തോളമായി ബിയർ പാകമായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 22 അടി ഉയരമുള്ള ഭീമാകാരമായ ഒരു ടാങ്ക് ആയിരുന്നു അത്. അതിനുള്ളിൽ മാത്രം 6 ലക്ഷത്തിലധികം ലിറ്റർ ബിയർ സംഭരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വലിയ മരവീപ്പകൾ തകരാതെ ഉറപ്പിച്ചു നിർത്താൻ ഉറപ്പുള്ള വലിയ ഇരുമ്പ് വളയങ്ങളാണ് ചുറ്റും ഉപയോഗിച്ചിരുന്നത്. അന്ന് ഉച്ചതിരിഞ്ഞ് ഏകദേശം 4 മണിയോടെ ബ്രൂവറിയിലെ ഒരു ജീവനക്കാരൻ ആ വീപ്പ പരിശോധിക്കാനെത്തി. അപ്പോഴാണ് അദ്ദേഹം ആ കാഴ്ച കണ്ടത്. ആ കൂറ്റൻ വീപ്പയെ മുറുക്കി പിടിച്ചിരുന്ന 200 പൗണ്ട് തൂക്കമുള്ള ഒരു ഭീമൻ ഇരുമ്പ് വളയം അയഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ ബ്രൂവറിയിലെ ജീവനക്കാർക്ക് അത് വലിയൊരു അത്ഭുതമോ ഭയപ്പെടേണ്ട കാര്യമോ ആയി തോന്നിയില്ല. കാരണം ഇത്തരം വലിയ വീപ്പകളിൽ ഇരുമ്പ് വളയങ്ങൾ അയയുന്നതും അത് പിന്നീട് ശരിയാക്കുന്നതും അവിടെ പതിവുള്ള അറ്റകുറ്റപ്പണികളിൽ ഒന്ന് മാത്രമായിരുന്നു. ദിവസത്തിൽ പലതവണ ഇങ്ങനെ ഉണ്ടാകാറുള്ളതിനാൽ അവർ അത് അത്ര കാര്യമാക്കിയില്ല. തന്റെ മേലധികാരിക്ക് ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ട് ആ ജീവനക്കാരൻ അവിടെ നിന്ന് മടങ്ങി. കുറച്ചു കഴിയുമ്പോൾ അത് നന്നാക്കാം എന്നതായിരുന്നു അവരുടെ ചിന്ത. എന്നാൽ വിധി അവർക്ക് അതിനുള്ള സമയം നൽകിയില്ല. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം, അതായത് വൈകുന്നേരം 4:30 ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് ഇടിമിന്നൽ പോലുള്ള ഒരു വൻ ശബ്ദം മുഴങ്ങി. ആ കൂറ്റൻ വീപ്പയിലെ വായുമർദ്ദവും ഭാരവും താങ്ങാനാവാതെ അത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. ആ പൊട്ടിത്തെറിയുടെ ആഘാതം നിസ്സാരമായിരുന്നില്ല. ഒരൊറ്റ നിമിഷം കൊണ്ട് ആ വീപ്പ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായി. ഇതിന്റെ അതിശക്തമായ തരംഗങ്ങൾ തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റു ചില വലിയ ബിയർ ടാങ്കുകളിലേക്കും ആഞ്ഞടിച്ചു. ഒരു ചെയിൻ റിയാക്ഷൻ പോലെ അടുത്തുള്ള വലിയ വീപ്പകളും ഓരോന്നോരോന്നായി തകരാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം 14 ലക്ഷത്തിലധികം ലിറ്റർ പോർട്ടർ ബിയറാണ് ആ ബ്രൂവറിയുടെ ഭിത്തികൾ തകർത്ത് പുറത്തേക്ക് ഇരച്ചു കയറിയത്. കെട്ടിടത്തിന്റെ ഇഷ്ടിക ചുമരുകൾ കളിമൺ പാത്രങ്ങൾ പോലെ തകർന്നു വീണു. ബ്രൂവറിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തിയത് വെറും വെള്ളപ്പൊക്കമായിരുന്നില്ല, മറിച്ച് ഏകദേശം 15 അടി ഉയരത്തിൽ ആഞ്ഞടിച്ച ബിയറിന്റെ ഒരു കൂറ്റൻ രാക്ഷസ തിരമാലയായിരുന്നു. ലണ്ടൻ നഗരം അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കറുത്ത പ്രവാഹം സെയിന്റ് ഗെയിൽസിന്റെ ഇടുങ്ങിയ തെരുവുകളിലേക്ക് കുതിച്ചെത്തി. തൊട്ടടുത്തുള്ള ചേരി പ്രദേശത്തേക്ക് ഈ പ്രവാഹം ഇരച്ചു കയറിയപ്പോൾ അവിടെയുള്ള മനുഷ്യർക്ക് ഓടി രക്ഷപ്പെടാൻ പോലുമുള്ള സമയം ലഭിച്ചില്ല. അവിടുത്തെ പഴയ തടി കെട്ടിടങ്ങളിലേക്കും ഇഷ്ടിക വീടുകളിലേക്കും ബിയർ തിരമാല ആഞ്ഞടിച്ചു. പല വീടുകളുടെയും മതിലുകൾ തകർന്നു വീണു. ഏതാനും വീടുകൾ പൂർണ്ണമായും നിലംപരിശായി. അന്നത്തെ കാലത്ത് ലണ്ടനിലെ അത്തരം പാവപ്പെട്ട ചേരികളിൽ വീടുകൾക്ക് താഴെ ഭൂഗർഭ മുറികൾ അഥവാ ബേസ്മെന്റുകൾ ഉണ്ടായിരുന്നു. സാധാരണക്കാരായ വലിയ കുടുംബങ്ങൾ താമസിച്ചിരുന്നത് ഇത്തരം താഴത്തെ മുറികളിലായിരുന്നു. തെരുവിലൂടെ കുത്തിയൊഴുകിയെത്തിയ ബിയർ പ്രവാഹം നേരെ ചെന്ന് പതിച്ചത് ഈ ബേസ്മെന്റുകളിലേക്കായിരുന്നു.
പെട്ടെന്ന് താഴേക്ക് ഇരച്ചിറങ്ങിയ ബിയർ പ്രളയത്തിൽ ആ മുറികൾ നിമിഷ നേരം കൊണ്ട് മുങ്ങിപ്പോയി. അവിടെ ഉണ്ടായിരുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അവർ ആ കറുത്ത മദ്യപ്രവാഹത്തിൽ അകപ്പെട്ടിരുന്നു. വളരെ ദാരുണമായ കാഴ്ചകളാണ് പിന്നീട് ആ തെരുവ് കണ്ടത്. അന്ന് 8 പേർക്കാണ് ഈ വിചിത്ര ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ ദുഃഖകരമായ ഒരു കാര്യം എന്തെന്നാൽ മരിച്ചവരെല്ലാം പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളുമായിരുന്നു. തെരുവിൽ കളിച്ചുകൊണ്ടിരുന്ന ചെറിയ കുട്ടികൾ കെട്ടിടം തകർന്നു വീണ് ശ്വാസം മുട്ടിയാണ് മരിച്ചത്. ബിയറിന്റെ ശക്തമായ ഒഴുക്കിൽപ്പെട്ടും തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയുമാണ് ബാക്കി ഭൂരിഭാഗം പേരും കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമായിരുന്നു. എന്നാൽ ബ്രൂവറിയിലെ ജീവനക്കാർ അടിയന്തരമായി പ്രവർത്തിച്ച് തങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് പുറത്തേക്ക് ഒഴുകുന്ന ബിയറിന്റെ അളവ് കുറയ്ക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് പ്രളയത്തിന്റെ തീവ്രത ഒരു പരിധിവരെയെങ്കിലും കുറഞ്ഞത്. ദുരന്തത്തിന് ശേഷമുള്ള ദിവസങ്ങളിൽ സെന്റ് ഗെയിൽസ് പ്രദേശം ഒരു നരകം പോലെയായി മാറി. പ്രളയം അടങ്ങിയെങ്കിലും തെരുവുകളിലും വീടുകളുടെ അവശിഷ്ടങ്ങൾക്കിടയിലും ചെളിയും ബിയറും കലർന്നു കിടക്കുകയായിരുന്നു. മാസം തികയും മുൻപേ പതഞ്ഞു പൊന്തിയ ആ പോർട്ടർ ബിയറിന്റെ രൂക്ഷമായ മണം ആ പ്രദേശം മുഴുവൻ പരന്നു. ആഴ്ചകളോളം, എന്തിനേറെ പറയുന്നു മാസങ്ങളോളം ആ രൂക്ഷഗന്ധം അവിടെ നിന്ന് വിട്ടുമാറിയതേയില്ല. നഗരവാസികൾക്ക് വായു ശ്വസിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് അധികമാർക്കും അറിയാത്ത വിചിത്രമായ ചില കാര്യങ്ങളും അന്ന് നടക്കുകയുണ്ടായി. തെരുവുകളിലൂടെ സൗജന്യമായി ബിയർ കുത്തിയൊഴുകുന്നത് കണ്ടപ്പോൾ ചില ആളുകൾ അപകടത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ പാത്രങ്ങളും തൊട്ടികളുമായി ബിയർ കോരിയെടുക്കാൻ ഓടിയെത്തി. ചിലർ അമിതമായി ബിയർ കുടിച്ച് മദ്യപിച്ച് ബോധം കെട്ട് വീണു. അങ്ങനെ അമിതമായി മദ്യം ഉള്ളിൽ ചെന്ന് പിന്നീട് ഒരാൾ മരണപ്പെട്ടതായും ചില പഴയ ലണ്ടൻ പത്രങ്ങളിൽ റിപ്പോർട്ടുകൾ കാണാം. എന്നാൽ ഈ മരണം ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഔദ്യോഗിക മരണസംഖ്യയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. മറ്റൊരു സംഭവം അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ നന്മയുടെയും അതോടൊപ്പം ദാരിദ്ര്യത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ശവസംസ്കാരം നടത്താൻ പോലും പണമില്ലായിരുന്നു. അതിനായി ദുരന്തത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പൊതുജനങ്ങൾക്ക് കാണാനായി വെക്കുകയും അത് കാണാൻ വരുന്നവരിൽ നിന്ന് ചെറിയ തുക സംഭാവനയായി സ്വീകരിക്കുകയും ചെയ്തു. ആ പണം ഉപയോഗിച്ചാണ് മരിച്ച സാധുക്കളുടെ സംസ്കാര ചടങ്ങുകൾ പിന്നീട് നടത്തിയത്. ഈ വലിയ ദുരന്തത്തിന് ശേഷം വിഷയം സ്വാഭാവികമായും ബ്രിട്ടീഷ് കോടതിയിലെത്തി. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളും വീടുകൾ തകർന്ന പാവപ്പെട്ട മനുഷ്യരും നീതിക്കായി കോടതിയെ സമീപിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മദ്യനിർമ്മാണ കമ്പനികളിൽ ഒന്നിനെതിരെയുള്ള പോരാട്ടമായിരുന്നു അത്. എന്നാൽ നീതി അന്നും പാവപ്പെട്ടവർക്കൊപ്പം നിന്നില്ല. ദീർഘമായ വിചാരണകൾക്ക് ശേഷം ലണ്ടനിലെ കോടതി ഈ ദുരന്തത്തെ ഒരു ദൈവിക സംഭവം അഥവാ ആക്ട് ഓഫ് ഗോഡ് എന്ന് പ്രഖ്യാപിച്ച് വിധി പ്രസ്താവിച്ചു. മനുഷ്യന്റെ കഴിവിനും നിയന്ത്രണത്തിനും അപ്പുറത്തുണ്ടായ അപ്രതീക്ഷിതമായ ഒരു അപകടം മാത്രമാണിത് എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം. അതുകൊണ്ട് തന്നെ മ്യൂക്സ് ആൻഡ് കമ്പനിക്കോ അതിന്റെ ഉടമകൾക്കോ ഈ ദുരന്തത്തിന്റെ യാതൊരുവിധ കുറ്റവുമില്ലെന്ന് പറഞ്ഞ് കോടതി അവരെ വെറുതെ വിട്ടു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും നൽകാൻ കമ്പനി ബാധ്യസ്ഥരല്ലെന്നും വിധിയിൽ പറഞ്ഞു. നീതി നിഷേധിക്കപ്പെട്ടത് പാവപ്പെട്ട ചേരി നിവാസികൾക്ക് മാത്രമായിരുന്നു. എന്നാൽ അതേസമയം കോടീശ്വരന്മാരായ ബ്രൂവറി ഉടമകൾക്ക് സംഭവിച്ച നഷ്ടത്തിൽ സർക്കാർ വലിയ അനുകമ്പ കാണിക്കുകയും ചെയ്തു. ദുരന്തത്തിൽ ഒഴുകിപ്പോയ ലക്ഷക്കണക്കിന് ലിറ്റർ ബിയറിന് കമ്പനി മുൻകൂറായി അടച്ചിരുന്ന വലിയ തുകയുടെ നികുതി ബ്രിട്ടീഷ് സർക്കാർ അവർക്ക് തിരികെ നൽകി. അതോടെ ബ്രൂവറി ഉടമകൾ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുകയും കമ്പനി വീണ്ടും ലാഭത്തിൽ മുന്നേറുകയും ചെയ്തു. പാവപ്പെട്ട മനുഷ്യരുടെ ജീവനേക്കാൾ മൂല്യം കോർപ്പറേറ്റ് കമ്പനികളുടെ ലാഭത്തിനായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ആ കോടതി വിധി. എങ്കിലും ഈ ദുരന്തം വ്യവസായ ലോകത്ത് വലിയൊരു മാറ്റത്തിന് തുടക്കമിട്ടു. വലിയ അളവിൽ ബിയറും മദ്യവും സംഭരിച്ചു വെക്കാൻ മരവീപ്പകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അധികാരികൾ തിരിച്ചറിഞ്ഞു. ഈ സംഭവത്തിന് ശേഷമാണ് ഇത്തരം ബ്രൂവറികളിൽ തടിവീപ്പകൾക്ക് പകരം കൂടുതൽ ദൃഢതയുള്ള കോൺക്രീറ്റ് ടാങ്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. കാലക്രമേണ അത് സ്റ്റീൽ ടാങ്കുകളിലേക്ക് വഴിമാറി. കൂടാതെ നഗരമധ്യത്തിലും ജനവാസ മേഖലകളിലും ഇത്രയും ഭീമമായ അളവിൽ മദ്യവും രാസവസ്തുക്കളും സംഭരിച്ചു വെക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ബ്രിട്ടൻ കൊണ്ടുവന്നു. ദുരന്തം നടന്ന് വർഷങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും ലണ്ടൻ ബിയർ പ്രളയം ഒരു ചരിത്ര വിസ്മയമായി ഇന്നും നിലനിൽക്കുന്നു. ആഘോഷങ്ങളുടെയും സന്തോഷങ്ങളുടെയും പാനീയമായി മനുഷ്യൻ കരുതുന്ന ഒന്ന് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് എങ്ങനെ മരണത്തിന്റെ പ്രവാഹമായി മാറുമെന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പാണ് ഈ സംഭവം. എന്താണ് ഈ വിചിത്രമായ ദുരന്തത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.